അഖിലാണ്ട തേജസായി അങ്ങയെ കാണുവാൻ അനുവാദം നൽകണേ സർവേശ്വര, അനുവാദം നൽകണേ സർവേശ്വര. ഏകമായി നിന്നൊരു ബോധം തന്നാകുന്നു സൃഷ്ടിയായി വന്നതെന്നറിയിച്ചൂനേ, സൃഷ്ടിയായി വന്നതെന്നറിയിച്ചൂനേ. സൃഷ്ടിയിൽ ബോധത്തെ ഓടിവവിപ്പിക്കാൻ അവതാരമായി വന്ന തമ്പുരാനേ, അവതാരമായി വന്ന തമ്പുരാനേ. അവതാരമറിയിക്കുന്ന അറിവ് ഗ്രഹിക്കുമ്പോൾ അവതാരം ബോധമായി നിൽക്കുന്നുണ്ട്, അവതാരം ബോധമായി നിൽക്കുന്നുണ്ട്. ബോധസ്വരൂപനം കണ്ണുടെ വാഴ്ചയാൽ ഈ ലോക സൃഷ്ടികൾ അറിയുന്നുണ്ട്, ഈ ലോക സൃഷ്ടികൾ അറിയുന്നുണ്ട്. സൃഷ്ടിയിൽ വാഴ്വതും സൃഷ്ടിയിലാനന്ദം ദാനം ചെയ്യുന്നതും ബോധം തന്നെ, സൃഷ്ടിയിൽ വാഴ്വതും സൃഷ്ടിയിലാനന്ദം ദാനം ചെയ്യുന്നതും ബോധം തന്നെ, ദാനം ചെയ്യുന്നതും ബോധം തന്നെ. അഖിലേശ്വര എന്നെ അനുഗ്രഹിപ്പാൻ തിരുമുൻപാകെ ഞാൻ അഭയം തേടി. അഖിലേശ്വര എന്നെ അനുഗ്രഹിപ്പാൻ തിരുമുൻപാകെ ഞാൻ അഭയം തേടി. അഖിലേശ്വര എന്നെ അനുഗ്രഹിപ്പാൻ തിരുമുൻപാകെ ഞാൻ അഭയം തേടി. മലിനമാം ചിന്ത എൻ്റെ മനസ്സിൽ വന്നാൽ മനസ്സിൻ്റെ അതിസുഖം നശിച്ചു പോകും. മലിനമാം ചിന്ത എൻ്റെ മനസ്സിൽ വന്നാൽ മനസ്സിൻ്റെ അതിസുഖം നശിച്ചു പോകും. മലിന ചിന്ത എന്നിൽ ഭവിച്ചിടാതെ കരുണയാൽ കരുതി രക്ഷിച്ചിടണേ. മലിന ചിന്ത എന്നിൽ ഭവിച്ചിടാതെ കരുണയാൽ
ജന്മജന്മാന്തരമായുള്ള സർവമാലിന്യങ്ങളും മാറ്റുന്ന ജന്മാന്തര ജ്ഞാനത്തെ ലോകത്തിൽ അവതരിപ്പിക്കുവാൻ ജന്മിയാകുന്ന ജഗദീശ്വരൻ അവതാരമായി വന്ന് വാഴുന്ന കാലത്ത് ശിഷ്യരായി ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച ഓമനമിത്രങ്ങളെ, വീണ്ടും ഒരു ഞായറാഴ്ച ഇപ്രകാരം ഒത്തുചേർന്ന് ആരാധിക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ഉന്നതനാകുന്ന ഗുരുവിൻ്റെ മഹാകാരുണ്യമാണ് ഓരോ നിമിഷവും അനുഭവിക്കുന്നത് എന്ന് ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദിപ്പെട്ട് ജീവിക്കുവാനാണ്, എപ്പോഴും സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആത്മബോധോദയ സംഘാംഗങ്ങളായി നമ്മൾ ജീവിക്കുന്നു. അതാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ടത്. സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള പോലെ ജീവിക്കാമെന്നല്ല, ഓരോ നിമിഷവും നമ്മൾ അത്രത്തോളം സൂക്ഷ്മതയോടെ വേണം ജീവിതം ചെയ്യുവാനെന്നാണ് അർത്ഥം. കാരണം നമ്മളെ നയിക്കുന്നത് ഉന്നതങ്ങളിലേക്കാണ്. അറിവും സൽക്കർമ്മവും ഉള്ളവർ ഉന്നതരായി വളരുന്നു, നിത്യാനന്ദത്തിന് അവകാശികളായിത്തീരുന്നു. നമ്മളെ ദൈവം അറിവും ശക്തിയും തന്ന് സൽക്കർമ്മ വഴികളിലൂടെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഉന്നത ലോകത്തേക്ക്. ഇപ്പം ചെറിയ പിഴവുകൾ സംഭവിച്ചാൽ വലിയ അധപ്പതനമാവും ഉണ്ടാവുക. അതാണ് അതിൻ്റെ കുറവ് അല്ലെങ്കിൽ കുഴപ്പം. താഴേക്കൂടെ നടന്നു പോകുന്ന ഒരാളിനൊന്ന് വീണാൽ അങ്ങോട്ടൊന്ന് വീഴും, അപകടങ്ങളൊക്കെ സംഭവിക്കുമെങ്കിലും അതിന് സാരമായ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ഇച്ചിരി ഉയരത്തിൽ നിന്നാണെങ്കിലോ പലതും സംഭവിക്കാം. അത്ഭുതമായി രക്ഷപ്പെട്ടിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിലും പല കുഴപ്പങ്ങളും സംഭവിക്കാം, ജീവന് വരെ അപായം സംഭവിക്കാം. അതുപോലെയാണ് നമ്മളെ ദൈവം ഉന്നതങ്ങളിലേക്ക് നടത്തുകയാണ്. അറിവ് തുടങ്ങി നാമസങ്കീർത്തനത്തിലെത്തുന്ന 7 പടികളിലൂടെ ആത്മബോധോദയ സംഘാംഗങ്ങളെ ആത്മനാഥൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അത്രയും സൂക്ഷ്മത ആവശ്യമായി വരുന്നത്. ലോകത്തുള്ളവരെല്ലാം ഇങ്ങനെയൊക്കെ ജീവിക്കുന്നല്ലോ, ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ചുകൂടാ. അങ്ങനെ ചിന്തിക്കരുത് ഒരു കാരണവശാലും. നമ്മളെ എങ്ങോട്ടാണ് ചേർക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നത്? നിത്യാനന്ദ രാജ്യത്തിലേക്കാണ്. ആ നിത്യാനന്ദ രാജ്യത്തിലേക്ക് ചേർക്കപ്പെടുക എന്ന് പറയുന്ന അത്ര നിസ്സാരമായ കാര്യമല്ല. പലരും വിചാരിക്കുമോ ലോകത്തിലെല്ലാ സൗഭാഗ്യമുണ്ട്, കുറച്ചു നാൾ കൂടെ ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങ് പോയാൽ പോരായോ, അല്ല ഇനി ഇതുപോലൊരു ജന്മം കൂടെ വന്നാലെന്താ കുഴപ്പം എന്നൊക്കെ ചിന്തിക്കുന്ന മൂഢന്മാരുണ്ട്. ഇതിൻ്റെ മൂഢത്തരങ്ങൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴാണ് ദൈവമേ എത്രത്തോളം മഠയത്തരങ്ങളാണ് അല്ലെങ്കിൽ മൂഢത്തരമാണ് ഞാൻ ചിന്തിച്ചത് എന്ന് പോലുമുള്ള ബോധം ഉണ്ടാകുന്നത്. കാരണം ഈ വന്ന് വസിക്കുന്നത് നരകത്തിലാണ്. സ്വർഗം അതിൻ്റെ സ്വന്തമായ വസിപ്പിടം, ആത്മാവിൻ്റെ സ്വന്തമായ വസിപ്പിടമാണ് സ്വർഗം. അവിടേക്ക് എത്തുവാനാണ്, ആ നിത്യാനന്ദ രാജ്യത്തിലേക്ക് എത്തുവാനാണ് സർവശക്തി നമ്മളെ വിളിക്കുന്നത്. വരിക വരിക ആത്മാക്കളെ, ആത്മബോധമുണ്ടാകുവാൻ വരിക വരിക, വരിക വരിക ആത്മാക്കളെ, ആത്മബോധമുണ്ടാകുവാൻ വരിക വരിക ആത്മാക്കളെ, ആത്മബോധമുണ്ടാകുവാൻ വരിക വരിക, ആത്മജ്ഞാനം കേൾക്കുവാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, ആത്മജ്ഞാനം കേൾക്കുവാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സൽഗതി പ്രാപിച്ചിടും, സൽക്കർമ്മം ചെയ്തിടുമ്പോൾ സൽഗതി പ്രാപിച്ചിടും, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സദ്ഗുരുവോടൊത്തുചേർന്നു സല്ലപിച്ചു ജീവിക്കാം, സദ്ഗുരുവോടൊത്തുചേർന്നു സല്ലപിച്ചു ജീവിക്കാം, ആത്മബോധമുണ്ടാകട്ടെ, ശുഭാനന്ദം കാണട്ടെ, ആത്മബോധമുണ്ടാകട്ടെ, ശുഭാനന്ദം കാണട്ടെ,
നിത്യാനന്ദ രാജ്യമതിൽ നിത്യം വസിച്ചിടട്ടെ. നിത്യാനന്ദ രാജ്യമതിൽ നിത്യം വസിച്ചിടട്ടെ. ആത്മബോധമുണ്ടാകട്ടെ, ശുഭാനന്ദം കാണട്ടെ. നിത്യാനന്ദ രാജ്യമതിൽ നിത്യം വസിച്ചിടട്ടെ. ആത്മനാഥനെ ആത്മജ്ഞാനത്തെ ദാനം ചെയ്ത് നിങ്ങളിൽ ആത്മബോധം ഉദിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ കർമ്മങ്ങളൊക്കെയും ചെയ്യുന്നത്. നമ്മളിപ്പോൾ കൂടിയിരിക്കുന്ന ഞായറാഴ്ച ആരാധനയും കുടുംബങ്ങളിൽ നടത്തുന്ന വെള്ളിയാഴ്ച ആരാധനയും അതുപോലെയുള്ള ഉന്നതമായ നിയമങ്ങൾ ഓരോന്നും ഇപ്പോൾ നമ്മുടെ തിരുവവതാര സുദിനത്തോടനുബന്ധിച്ച് 10 ദിവസത്തെ പരിശുദ്ധ വ്രതം ഭവനങ്ങളിൽ ജീവിക്കുന്നവർക്ക് തന്നിട്ടുണ്ട്. അതങ്ങോട്ട് കഴിഞ്ഞാൽ ഇറക്കുന്ന അന്ന് താരാസൂര്യ വ്രതം ആരംഭിക്കുകയാണ്. അതിനിടയിൽ മഹാസമാധി ദിനാചരണം വരുന്നുണ്ട്, അതിനൊരു പ്രത്യേക വ്രതമുണ്ട്. ഇങ്ങനെ വ്രതങ്ങൾ പല വിധത്തിൽ രൂപവൽക്കരിച്ച് ഈശ്വരൻ ആത്മാക്കൾക്കായി തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ആത്മബോധമുണ്ടാകുവാൻ വേണ്ടിയാണ്. അപ്പോഴാണ് ഇതിൻ്റെ നരകവും സ്വർഗവും എന്താണെന്നൊക്കെ തിരിച്ചറിവ് പോലും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം നല്ലതാണെന്ന് വിചാരിച്ച് അങ്ങ് അനുഭവിക്കും. കൂടുതൽ കൂടുതൽ ഇത് അനുഭവിക്കും തോറും കൂടുതൽ കൂടുതൽ ഭാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോരുത്തരുടെയും കൂടെ നിഴല് പോലെ കർമ്മഫലമുണ്ട്, അതാർക്കും മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. നിഴലുപോലെ കർമ്മഫലം വന്നുകൊണ്ടേയിരിക്കും. എന്തെല്ലാം ചെയ്യുന്നു അതിനനുസരിച്ച് വീണ്ടും 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 വീണ്ടും. ഒരു കൽക്കണ്ടം, ഇപ്പോൾ ഇവിടെ കൽക്കണ്ടപ്പറയും പഞ്ചാരപ്പറയും വെച്ചിട്ടുണ്ട്. ഒരു കൽക്കണ്ടം വേണമെന്നൊരാളിനൊരു ആഗ്രഹം തോന്നി, കലശലായ ഒരു ആഗ്രഹം തോന്നിയാൽ ആ കൽക്കണ്ടം തിന്നാൻ വേണ്ടി പോലും ജന്മമെടുക്കേണ്ടി വരും. അതിന് പോലും ജന്മമെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം അതിന് തക്ക ഒരു ജന്മമായിരിക്കും തരുന്നത്. അങ്ങനെ ഒന്നും അവശേഷിപ്പിക്കാതെ ഒരാഗ്രഹവും അവശേഷിപ്പിക്കാതെ ഉന്നതമായ നിത്യാനന്ദത്തിലേക്ക് ആത്മലോകത്തെ ചേർക്കുവാൻ വേണ്ടി ആത്മനാഥൻ ഇങ്ങനെ പ്രയത്നിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അണിയണിയായി നിരനിരയായി തന്നോട് ചേർന്ന് എന്താണോ ആ തിരുഹിതം അത് അറിഞ്ഞ് ജീവിക്കാൻ, ഗുരുവിൻ്റെ ഹിതമാണ് എൻ്റെയും ഹിതം എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥ ശിഷ്യൻ ഉണരുകയാണ്. അവിടെയാണ് യഥാർത്ഥ ശിഷ്യത്വം ഉണരുന്നത്. ഗുരു അറിവും ശിഷ്യൻ അനുസരണയുമാണ്. അങ്ങനെ അറിവും അനുസരണയുമായി ഒത്തുചേർന്ന് ജീവിക്കുവാൻ തക്കവിധം ദൈവമൊരുക്കിയിരിക്കുന്ന ഈ ഉന്നതമായ സന്ദർഭത്തെ നഷ്ടമാക്കാതെ എപ്പോഴും സൂക്ഷിച്ച് ജീവിക്കുക. മഹാശക്തി ഉള്ളും പുറവുമായി നിങ്ങളെ ആനന്ദിപ്പിക്കുമാറാകട്ടെ. അടുത്തു വരുന്ന പൂരാടൻ ജന്മനക്ഷത്രം, അതിനോരോ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഓരോ വിധത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ചെറുകോൽ സഭയിൽ നിന്ന് വന്നു, ഇന്ന് വാഴപ്പള്ളി സഭയിൽ നിന്ന്, പിന്നെ അതുപോലെ പല സ്ഥലങ്ങളിൽ കരുനാപ്പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് സന്താനങ്ങൾ സ്വമേധയാ വന്ന് ഓരോ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ജന്മദിനം അവരവരുടെ ജന്മദിനമാണെന്നുള്ള ഓർമ്മയോടുകൂടി ഓരോന്നും ഒരുക്കുകയാണ്. അത്രയും പ്രാധാന്യത്തോടുകൂടി ചിന്തിച്ച് അറിഞ്ഞ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നു. അതെല്ലാം സ്വീകരിച്ച് ഉന്നതമായ നിലയിൽ പൂരാടവും, അതിനേക്കാൾ ഉന്നതമായ നിലയിൽ പൂരവും, അതിനേക്കാൾ ഉന്നതമായി താരാസ്തുതിയും എല്ലാം നടത്തപ്പെടുവാൻ തക്കവിധം മഹാശക്തിയുടെ കാരുണ്യമുണ്ടാകട്ടെ. ഞാൻ തുടക്കത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് അനേകം സന്താനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്. എങ്കിലും കൂടുതൽ ദൂരം ഉള്ളത് ഗൂഡല്ലൂരാണല്ലോ, നീലഗിരി, അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കന്യാകുമാരിയിൽ നിന്നും വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കർണാടകത്തിൽ നിന്ന് മംഗലപുരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്നിട്ടുണ്ട്. എല്ലാം ഇന്നത്തെ ആരാധനയിലൊരു പ്രത്യേകതയാണ്. അതുപോലെ വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. വളരെ വിദൂരങ്ങളിൽ നിന്ന് അങ്ങനെ പല സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ട്. ഇന്ന് കാസർഗോഡ് ശാഖാശ്രമത്തിൽ വാർഷികം കൊടിയേറി തുടക്കം കുറിച്ചിരിക്കുന്നു. ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ നാടുതോറും വീടുതോറും രാജ്യങ്ങൾ തോറും ഇങ്ങനെ ആദർശത്തെ വളർത്തുവാൻ തക്കവിധം നിങ്ങൾ ഓരോരുത്തരൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവരവരുടെ ആവശ്യത്തിന് വേണ്ടി ഓരോന്നും വന്ന് പറയുന്നു, അത് സാധിക്കുന്നു, അതിനൊരു ആർത്തി ഉണ്ടാകുന്നു, വിശ്വാസം ഉണ്ടാകുന്നു, അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ എൻ്റെ അടുത്തൊരു സ്ഥാപനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അങ്ങ് സ്വമേധയാ ഇറങ്ങി പുറപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടായ സമയത്ത് തന്നെ സഹായമായി നിന്നവരുണ്ടാകും, പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ടാകും. കാരണം വയനാട്ടിൽ നിന്നൊക്കെ വന്നവർ ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്, അവരുടെ പരമ്പരകളുണ്ട്. അങ്ങനെ കൂടെ നിന്ന് പ്രവർത്തിച്ചവരുണ്ടാകും. പക്ഷേ ഇതെല്ലാം തീരുമാനിച്ചത് നടപ്പാക്കിയത് ആരാണ്?
സാക്ഷാൽ ജഗദീശ്വരൻ തന്നെയാണ്. അങ്ങനെ ഈശ്വരൻ പ്രത്യക്ഷമായി ഇതെല്ലാം നടത്തി ലോകവ്യാപകമായി ഇത് വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം, നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. അങ്ങനെ അണിയണിയായി നിരനിരയായി ആദർശം പുലർത്തുവാൻ ഓരോരുത്തരിലും ഉത്ബോധമായി ജഗദീശ്വരൻ വാഴുമാറാകട്ടെ. ഉന്നതമായ നമ്മുടെ പൂരം ജന്മനക്ഷത്രവും പൂരാടൻ ജന്മനക്ഷത്രവും അത്യനുഗ്രഹപ്രദമായി നടത്തപ്പെടണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത് എനിക്കറിയാം. ഇന്ന് വിദേശ രാജ്യത്ത് പൂരാടൻ ജന്മനക്ഷത്രത്തിൻ്റെ ആഘോഷം നടക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. മെനഞ്ഞാന്ന് വെള്ളിയാഴ്ച ഒരിടത്ത് നടന്നു. ഇന്നലെ നമ്മുടെ ഗ്ലോബൽ മീറ്റിംഗ് ആയിരുന്നു. അതെല്ലാം ഓരോന്നും രാജ്യാന്തരമായി പല കർമ്മങ്ങളും ജഗദീശ്വര കാരുണ്യത്താൽ നടക്കുകയാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ കർമ്മഫലമാണ്. അല്ലാതെ ആർക്കും വ്യക്തിപരമായി അഭിമാനിക്കാനോ അവകാശപ്പെടാനോ ഇല്ല. പക്ഷേ ഇതെല്ലാം ആർക്കു വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങളുടേതാണ് താൻ. നിങ്ങൾ എൻ്റെ സ്വത്താണ്, നിങ്ങളിൽ ഞാൻ വാഴുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഇങ്ങനെ ലോകത്തിൽ പറഞ്ഞ ഒരു ഗുരുവേ ഉള്ളൂ. ഭക്തജനങ്ങളാണ് എൻ്റെ സ്വത്തെന്ന് പൂർണ്ണമായും പറഞ്ഞ ഒരു ഗുരുവേ ഉള്ളത്. ആരാണ്? ശുഭാനന്ദ ഗുരുദേവനാണ്. ആ ശുഭാനന്ദ ഗുരുവിൻ്റെ ശിഷ്യരാണ് നിങ്ങൾ. ഒരു കാരണവശാലും മന്ദീഭവിച്ചു പോകാതെ മങ്ങിപ്പോകാതെ ധീരധീരം നിന്ന് ആദർശത്തെ പ്രവർത്തിക്കുവാൻ ഈശ്വരൻ നിങ്ങൾ കരുണ ചൊരിയുമാറാകട്ടെ. ഉന്നതമായ എല്ലാ കർമ്മങ്ങളും നടത്തപ്പെടുമാറാകട്ടെ. ഭജി ഭജി മാനസമേ സദ്ഗുരുപാദം, ഭജി ഭജി മാനസമേ. ഭജി ഭജി മാനസമേ സദ്ഗുരുപാദം, ഭജി ഭജി മാനസമേ. ഭജി ഭജി ആത്മജ്ഞാനങ്ങളല്ല പരമാത്മാവ് ഉദിപ്പിക്കൂ. തത്വഗുണങ്ങളുടെ ഉദ്ഭവ രൂപമാകും തത്വഗുണങ്ങളുടെ ഉദ്ഭവ രൂപമാകും സദ്ഗുരു രൂപമധു കാണുക ജീവിതത്തിൽ. തത്വഗുണങ്ങളുടെ ഉദ്ഭവ രൂപമാകും സദ്ഗുരു രൂപമധു കാണുക ജീവിതത്തിൽ.
സദ്ഗുരുപാദത്തിൽ ഭജിച്ചാൽ, സത്വഗുണങ്ങളുടെ ഉത്ഭവരൂപമാകുന്ന സദ്ഗുരുപാദത്തിൽ ഭജിച്ചാൽ സൽഗതിക്കുള്ള മാർഗം അവിടെ നിന്ന് തെളിഞ്ഞു കിട്ടും. സദ്ഗതിക്കുള്ള മാർഗം അവിടെ നിന്ന് തെളിഞ്ഞു കിട്ടും. കാരണം സൽഗതി എന്ന് പറയുന്നത് ഉൾഗതിയുടെ പൂർണ്ണരൂപമാണ്. കാരണം സൽഗതി എന്ന് പറയുന്നത് ഉൾഗതിയുടെ പൂർണ്ണരൂപം, ഉൾഗതിക്കുള്ള പൂർണ്ണരൂപമാണ്. ഉൾഗതിക്കുള്ള പൂർണ്ണരൂപം. ആ ഉൾഗതി ലഭിക്കുവാൻ സൽഗതി വേണം. ആ ഉൾഗതി ലഭിക്കുവാൻ സൽഗതി വേണം. ഉൾഗതി എന്ന് പറയുന്നത് പരമാത്മാവിലേക്കുള്ള ലയനമാണ്. ഉൾഗതി എന്ന് പറയുന്നത് ആ പരമാത്മലയനത്തിലുള്ള സമ്പൂർണ്ണ ജ്ഞാനമാണ് പരമാർത്ഥമായി പരമാത്മാവ് തന്നെ ദാനം ചെയ്യുന്നത്. പരമാത്മലയനത്തിലേക്കുള്ള സമ്പൂർണ്ണ ജ്ഞാനമാണ് പരമാർത്ഥമായി പരമാത്മാവ് ദാനം ചെയ്യുന്നത്. പരമാർത്ഥം പറയുവാൻ പരമാത്മാവിനെ കൊണ്ടേ കഴിയുകയുള്ളൂ. പരമാർത്ഥം പറയുവാൻ പരമാത്മാവിനെ കൊണ്ടേ കഴിയും. പരമാത്മാവിനെ കുറിച്ചുള്ള അറിവാണ് പരമാർത്ഥം എന്ന് പറയുന്നത്. പരമാത്മാവിനെ കുറിച്ചുള്ള അറിവാണ് പരമാർത്ഥം എന്ന് പറയുന്നത്. അത് പരമാത്മാവിനല്ലാതെ മറ്റാർക്കറിയാം? അത് പരമാത്മാവിനല്ലാതെ മറ്റാർക്കറിയാം? അങ്ങനെ പരമാർത്ഥം പറയുവാനായി വന്ന പരമാത്മാവാണ് ശുഭാനന്ദ ഗുരുദേവൻ. അങ്ങനെ പരമാർത്ഥം പറയുവാനായി വന്ന പരമാത്മാവാണ് ആ പരമാർത്ഥം കേൾക്കുന്നവർക്കെല്ലാം ശുഭാനന്ദവും ഉണ്ടാകും. ആ പരമാർത്ഥം കേൾക്കുന്നവർക്കെല്ലാം ശുഭാനന്ദവും എങ്ങനെ ഉണ്ടാകും? പൂർണ്ണമായ ആ കേൾവി എന്ന് പറയുന്നത് പൂർണ്ണമായ ഗ്രഹണമാണ്. പൂർണ്ണമായ കേൾവി എന്ന് പറയുന്നത് പൂർണ്ണമായ ഗ്രഹണമാണ്. ആ ഗ്രഹണം നടക്കണം. പൂർണ്ണമായ ഉള്ളിലേക്ക് അത് ഇറങ്ങി പുറപ്പെടണം. പൂർണ്ണമായ ഉള്ളിലേക്ക് ഇറങ്ങി പുറപ്പെടണം. അവിടെ നിന്ന് അത് പ്രവർത്തിക്കണം. സമ്പൂർണ്ണമാകണം. അങ്ങനെ ആത്മാവ് പരമാത്മ രൂപമായി തീരണം. അങ്ങനെ ആത്മാവ് പരമാത്മ രൂപമായി അപ്പോഴാണ് പരമാർത്ഥം കേൾക്കുന്നവർ ശുഭാനന്ദ രൂപമാകുന്നത്. അങ്ങനെ പരമാർത്ഥം പറഞ്ഞ് പരന്മാരെ പരലോകത്തിൽ എത്തിക്കുവാൻ വേണ്ടി പരമാത്മാവ് വന്ന് വാഴുമ്പോൾ ഭജി ഭജി മാനസമേ സദ്ഗുരുപാദം, ഭജി ഭജി മാനസമേ. ആ സദ്ഗുരുപാദം മനസ്സിൽ ഭജിക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഭജി ഭജി മാനസമേ സദ്ഗുരുപാദം എന്നാണ് പറഞ്ഞത്. മാനസമേ എന്ന് പറഞ്ഞാൽ മനസ്സേ നീ ഭജിച്ചുകൊള്ളുക. എന്ത് ഭജിക്കണം? സദ്ഗുരുവിനെ ഭജിക്കണം. അതാണ് സദ്ബന്ധാവിനുള്ള മാർഗം, ഉൾപ്രകാശത്തിനുള്ള മാർഗം, ആത്മപ്രകാശത്തിനുള്ള മാർഗം. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ മനസ്സ് നിത്യവും ഈ നാമം ഭജിച്ചുകൊണ്ടിരുന്നാൽ ആത്മാവിലേക്ക് മനസ്സ് വിലയം പ്രാപിക്കും. അവിടെയാണ് മനസ്സറ്റ കർമ്മം ഉണ്ടാകുന്നത്. വലിയൊരു പ്രക്രിയയാണ്. ഒരു നിമിഷം കൊണ്ട് അങ്ങ് സാധിച്ചെടുക്കാവുന്നതല്ല. നമുക്ക് പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആരംഭശൂരത്വം. ചില വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് ചില ആളുകൾ വലിയ കഠിനമായ തീരുമാനങ്ങളൊക്കെ എടുക്കും. ഭഗവാൻ അറിയിച്ചിരിക്കുന്നതിനേക്കാൾ ഉപരിയായ അറിവൊക്കെ അതിലേക്ക് ചേർക്കും. പല ക്രമീകരണങ്ങൾ അങ്ങ് നടത്തും. കീർത്തന പുസ്തകങ്ങളൊക്കെ എടുത്ത് നിരത്തി വെക്കും. ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഞാൻ 1-ാം വാല്യം വായിക്കും. രണ്ടാമത്തെ ആഴ്ച 2-ാം വാല്യം വായിക്കും. ഇതിലൊക്കെ തീരുമാനിക്കും. ഇപ്പൊ 13 വാല്യം വരെ ആയിട്ടുണ്ട്. അപ്പൊ 12 ആഴ്ച കൊണ്ട് ഞാൻ 12 പുസ്തകം വായിച്ചു കഴിഞ്ഞിരിക്കും എന്നൊക്കെ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കും. എന്നിട്ട് വ്രതം ആരംഭിക്കും. ആദ്യത്തെ ഒരാഴ്ച എങ്ങനെങ്കിലും ഒക്കെ അങ്ങ് നടന്നു പോകും. രണ്ടാമത്തെ ആഴ്ച വരുമ്പോ ആദ്യത്തെ തന്നെ തീർന്നില്ലല്ലോ. ആദ്യത്തെ പുസ്തകം തന്നെ തീർത്ത് വായിക്കാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത്തെ എങ്ങനെ എടുക്കും? അപ്പൊ അത് എടുക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും സാധാരണക്കാരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. പിന്നെ എങ്ങനെയായി നടക്കുന്നേ എന്ന് ആര് പറയും? മനസ്സ് പറയും. അപ്പൊ ആത്മാവ് വീണ്ടും പറയും, ഇല്ല നീ ചെയ്തോ, നടക്കട്ടെ, ഒക്കുന്നിടത്തോളം നടക്കട്ടെ, ചെയ്തോ എന്ന് ആത്മാവ് പറയും. അപ്പൊ മനസ്സ് പറയൂ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇതൊന്നും ഞാനല്ല വേറെ ആരും ഇങ്ങനൊന്നും ചെയ്യാൻ ഒരുങ്ങുകയില്ല. അപ്പൊ മനസ്സ് പുറകോട്ട് വലിക്കും, ആത്മാവ് മുമ്പോട്ട് തള്ളും. ഇങ്ങനെ ഉള്ളിൽ തന്നെ ഒരു യുദ്ധം നടക്കുകയാണ്. ആത്മാവിന് ഇഷ്ടം പരമാത്മാവിനെ ചിന്തിക്കുന്നതും അറിയുന്നതുമാണ്. പരമാത്മ സ്തുതികളും പരമാത്മ ആരാധനയുമാണ് ആത്മാവിന് ഇഷ്ടം. എന്തുകൊണ്ട്? പരമാത്മാവിനെ സ്തുതിക്കുമ്പോൾ മാത്രമേ ആനന്ദം ഉണ്ടാവുകയുള്ളൂ. എങ്കിലേ ആത്മാവിന്റെ വിശപ്പ് മാറുകയുള്ളൂ. ആത്മാവിന്റെ ആഹാരമായി ആനന്ദമാണുള്ളത്. ആത്മാവിന്റെ ആനന്ദ
ആഗ്രഹിക്കുകയാണ്, ആത്മാവ് ഇച്ചിരി ആനന്ദം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് വിശപ്പടക്കാമായിരുന്നു. ആത്മാവ് വളരെയേറെ ആഗ്രഹിക്കുകയാണ്, ഇച്ചിരി ആനന്ദം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് വിശപ്പടക്കാമായിരുന്നു. പക്ഷേ ഒരു നിർവാഹവും ഇല്ല. ഈ ആഹാരം കഴിക്കാനുള്ള വാ പോലും തുറക്കാൻ പലരും അനുവദിക്കുന്നില്ല. ഈ ആഹാരം കഴിക്കാനുള്ള വാ പോലും തുറക്കാൻ ആരും അനുവദിക്കുന്നില്ല. ഈ ആനന്ദം കൊണ്ട് എത്തിക്കുന്നില്ല. ഈ ആനന്ദം അവിടെ കൊണ്ട് എത്തിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു പരിപാടി. അപ്പൊ മരുന്ന് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞ് വാ തുറക്കത്തില്ല. മരുന്ന് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞ് അപ്പൊ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആഹാരം കൊണ്ടുവന്നതിന് മുമ്പിൽ കാണിക്കും. ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആഹാരം വായുടെ അടുത്തോട്ട് കൊണ്ടുചെല്ലും, വായ അങ്ങോട്ട് തുറക്കുമ്പോൾ മരുന്ന് അങ്ങ് വെച്ചു കൊടുക്കും. ഇച്ചിരി തുപ്പ് ഇച്ചിരി ഇറക്കുകയൊക്കെ ചെയ്യും, കുറെ അങ്ങ് മരുന്ന് അകത്ത് പോകും. അങ്ങനെ പോലും കിട്ടാനില്ല. പലരുടെ അവസ്ഥ അതാണ്. ലോകത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്, ആത്മബോധികളുടെ കാര്യമല്ല പറയുന്നത്. അത് നിങ്ങൾ ആ ഗുരുവിനെ അറിഞ്ഞ് ഗുരുപാദത്തെ സേവിച്ച് ജീവിക്കുന്നവരല്ലേ. ഒരു കാരണവശാലും ആനന്ദം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ആക്ഷേപമായി പോകും. നിങ്ങളുടെ കാര്യം അല്ലി പറയുന്നത്, സാധാരണ ലോകത്ത് ജീവിക്കുന്ന ആളുകളെ പറ്റി പറയുകയാണ്. അപ്പൊ അവർക്ക് ഒരു കാരണവശാലും ആനന്ദം അവരിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ട്? ആനന്ദത്തിന്റെ മാർഗം എന്താണെന്ന് അവർക്ക് അറിയില്ല. ആനന്ദ വീടിന്റെ താക്കോൽ എന്റെ സദ്ഗുരുവിന്റെ ഉപദേശം. ആനന്ദ വീടിന്റെ താക്കോൽ എന്റെ സദ്ഗുരുവിന്റെ ഉപദേശം. ആനന്ദ വീടിന്റെ താക്കോൽ ആരുടെ കയ്യിലിരിക്കുകയാണ്? അത് സദ്ഗുരുവിന്റെ കയ്യിലിരിക്കുകയാണ്. സദ്ഗുരു നൽകുന്ന ഉപദേശമാണ് ഈ വീട് തുറക്കാനുള്ള താക്കോല്. ആ സത്യം കേൾക്കുമ്പോ ഇതങ്ങോട്ട് തുറന്നു വരും. ഇതിലെ അങ്ങോട്ട് പൊക്കോളൂ, അങ്ങ് ചെന്നാൽ ആനന്ദത്തിൽ ചെന്നെത്താമെന്ന് പറയും. ആ ഇടത്തോട്ടും വലത്തോട്ടും നോക്കരുത്. ആ തെറ്റായ കാര്യങ്ങൾ എങ്ങും പോകരുത്. കൃത്യമായി സത്യം പാലിച്ച് നീ ജീവിച്ചാൽ നിനക്ക് ആനന്ദത്തിൽ എത്താം. ആ നിത്യാനന്ദ സ്വർഗസുഖത്തിൽ നിത്യവും ജീവിക്കുവാൻ. സ്വർഗപിതാവാം സർവേശ്വരൻ സത്യനായിട്ടു ദയമായി. മാലിന്യങ്ങൾ മാറ്റുന്നു, അനറാനിൽ നിത്യം വാഴുന്നു. മാറിപ്പോകാനുള്ള നിത്യ സ്വർഗസുഖത്തെ കാണുന്നു. മറിമായങ്ങൾ അറിയുന്നു, ഞാൻ മനതാരിങ്കൽ വാഴുന്നു. കണ്ണനെ ഞാൻ ഉൾക്കണ്ണാലെ കാണുന്നു. നിത്യാനന്ദ രാജ്യത്തിലേക്ക് ചേർക്കുവാൻ വേണ്ടി ദൈവമാണ് ഇത് തുറന്ന് നിങ്ങളെ വിട്ടിരിക്കുന്നത്. ആ കുറച്ചങ്ങോട്ട് സഞ്ചരിച്ചിട്ടോ ഇത് ഒത്തിരി ഇടുക്കോ ഞെരുക്കോ ഒക്കെയാണ് ഞങ്ങൾ പോകുന്നില്ലെന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങിയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആനന്ദത്തിൽ ചെല്ലാൻ പറ്റൂല. ആ അല്പം ഇടുക്കവും അല്പം ഞെരുക്കവും ഒക്കെ തോന്നിച്ചാലും എന്റെ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് വഴി നടത്തി വിട്ടത്, എന്നെ കരുതിക്കൊള്ളും. ആ ഇടവും വലവും മുൻപിലും പിൻപിലുമായി വാഴുവാൻ കഴിവുള്ള മഹാശക്തിയാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത് എന്ന തീരുമാനമുള്ളവർക്ക് ഒരിക്കലും പിന്നോക്കമായി പിന്നൊരു ചിന്ത ഉണ്ടാവുകയില്ല. എന്തെല്ലാം ദുഃഖങ്ങൾ വന്നാലും ഞാൻ സത്യത്തെ വിട്ടു പിരിയുകയില്ല. എന്തെല്ലാം ദുഃഖങ്ങൾ വന്നാലും ഞാൻ എന്റെ ഗുരുനാഥൻ ദൈവമാണ്, സത്യത്തിൽ എന്നെ നയിച്ചിടുന്നു. എന്റെ ഗുരുനാഥൻ ദൈവമാണ്, സത്യത്തിൽ എന്നെ നയിച്ചിടുന്നു.
ശക്തിയാണ് സ്ഥൂലത്തിൽ മിന്നി തിളങ്ങിടുന്നു. സൂക്ഷ്മമായി വാഴുന്ന ശക്തിയാണ് സ്ഥൂലത്തിൽ മിന്നി തിളങ്ങിടുന്നു. എങ്ങും എവിടെയും വാണിടുന്നു എന്നെ കരുതുന്നു എൻ്റെ നാഥൻ. എങ്ങും എവിടെയും വാണിടുന്നു എന്നെ കരുതുന്നു എൻ്റെ നാഥൻ. എന്നെ വിട്ടന്യമായല്ല നാഥൻ, നാഥനെ വിട്ടു ഞാൻ അന്യമല്ല. എന്നെ എന്നെ വിട്ടന്യമായല്ല നാഥൻ, നാഥനെ വിട്ടു ഞാൻ അന്യമല്ല. എന്നും എവിടെയും എൻ്റെ കൂടായി മാറാതെ വാഴുന്നു എൻ്റെ നാഥൻ. എന്നും എവിടെയും എൻ്റെ കൂടെ മാറാതെ വാഴുന്നു. എന്നും എവിടെയും എൻ്റെ കൂടെ മാറാതെ വാഴുന്നു എൻ്റെ നാഥൻ. എന്നെ പരിപൂർണമായ മോക്ഷത്തിൽ എത്തിക്കുവാൻ പരിപൂർണ ശക്തിയോടുകൂടി വാഴുന്ന ഗുരുവാണ് എൻ്റെ ഗുരു എന്ന് പരിപൂർണ വിശ്വാസമുള്ളവരൊന്ന് കൈ ഉയർത്തിക്കണ്ട. കൈയൊക്കെ ഉയർത്തും, എല്ലാവരും കൈ പൊക്കി. പക്ഷേ പല കാര്യങ്ങൾ വരുമ്പോൾ യുക്തിയും ബുദ്ധിയും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പണ്ട് നാരദ മഹർഷി ഈ കേരളത്തിലൊന്ന് വന്നായിരുന്നു. കുറെ കാലം മുമ്പാ. അദ്ദേഹം വന്നപ്പോൾ ഒരു ആലിന്റെ ചവിട്ടി രണ്ടുപേരിയ്ക്കുന്നു. ഒരാൾ വേദങ്ങളൊക്കെ വെച്ച് വായിച്ച് അങ്ങനെ സുഖിച്ച് സന്തോഷിച്ചിരിക്കുകയാണ്. മറ്റേ ആൾ അതിലേക്കൂടെ കാണാൻ വരുന്ന ആരുടെയെങ്കിലും ചെരുപ്പോ കീറിയ പൊട്ടിയ ചെരുപ്പോ വല്ലതും കിട്ടി അത് വാങ്ങിച്ച് തയ്ച്ചു കൊടുക്കും. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചില്ലറ കിട്ടും, അത് വാങ്ങിച്ച് ഉപജീവനം കഴിക്കുന്ന ആളാണ്. പറഞ്ഞാൽ ചെരുപ്പ് കുത്തി, അതാണ് അദ്ദേഹത്തിന്റെ തൊഴിൽ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന നാമം അതാണ്. അപ്പൊ ഒരാൾ വേദം പഠിക്കുന്നു സുഖിക്കുന്നു, ഒരാള് ഉപജീവനത്തിന് വേണ്ടി പാടുപെടുന്നു. ഇവരുടെ മധ്യത്തിലേക്കാണ് നാരദ മഹർഷി വന്നിറങ്ങിയത്. നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോ കണ്ടു, ഹാ മഹർഷി എവിടെ പോകുന്നു? ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്, ഭഗവാനെ ഒന്ന് കണ്ടിട്ട് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ചെരുപ്പ് കുത്തി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഭഗവാനോട് എന്റെ കാര്യം ഒന്ന് പറയണം. എനിക്ക് എപ്പോഴാ മോക്ഷം തരുന്നതെന്നൊന്ന് ചോദിക്കണം. ആ തിരുവുള്ളം കരിഞ്ഞ് അനുഗ്രഹിക്കാൻ അപേക്ഷിക്കണമെന്ന്. അപ്പൊ വേദപണ്ഡിതൻ എണീറ്റു. അദ്ദേഹം പറഞ്ഞു, എന്റെയും കാര്യം ഒന്ന് ചോദിക്കണം, എനിക്കെപ്പോഴാ മോക്ഷം എന്നൊന്ന് ചോദിക്കണം. ഇപ്പൊ രണ്ടുപേരുടെയും ചോദ്യം കേട്ടു. മഹർഷി സമ്മതിച്ചു, ഞാൻ ചോദിക്കാം, ഭഗവാനോട് ചോദിക്കാമെന്ന് പറഞ്ഞു പോയി. അങ്ങനെ മഹർഷി നാരായണ നാമമൊക്കെ ജപിച്ച് അങ്ങനെ വൈകുണ്ഠത്തിലെത്തി. പല കാര്യങ്ങൾ ചർച്ച ചെയ്തു, പല തീരുമാനങ്ങളുണ്ട്. അദ്ദേഹത്തിന് പല ജോലികളും കൊടുത്തിട്ടുണ്ട്. ഇല്ലാത്തതൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി പറയുക, ഉണ്ടായതൊക്കെ ചിലപ്പോൾ ഇല്ലെന്ന് പറയുക, അങ്ങനെയൊക്കെ ചില പണികൾ അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ജോലി. പക്ഷെ എപ്പോഴും ഇതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന നാരായണ നാരായണ എന്നിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞു, ഞാൻ വന്ന വഴിക്ക് ഇങ്ങനെ രണ്ടുപേരെ കണ്ടു, അവരെന്നോട് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചു. അങ്ങനെ പറഞ്ഞു അല്ലയോ? അപ്പൊ ഒരു കാര്യം ചെയ്താട്ടെ നാരദരെ, നാരദരോട് ചെന്നിട്ട് അവരോട് പറയണം, എന്നെ കണ്ട കാര്യം പറയുമ്പോ എന്തോ ചെയ്യുമായിരുന്നു എങ്ങനെയായിരുന്നൊക്കെ ചോദിക്കുമല്ലോ. പറയാം, ഞാൻ ഒരു സൂചിക്കുഴയിലൂടെ ഒരു ആനയെ കടത്തി വിടുകയായിരുന്നു എന്ന് പറയണമെന്ന് എന്ന് അവരോട് പറയണം. അപ്പൊ അവരവന് മറുപടി പറയും. ആ മറുപടി കേട്ടിട്ട് നാരദർക്ക് തീരുമാനിക്കാം ആർക്ക് ആ മോക്ഷം ആദ്യം കിട്ടുന്നതാണ്. അത് അനുസരിച്ച് അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പൊ നാരദർ അവര് ശകലം ഉത്കണ്ഠയായി. അത് വ്യക്തമായൊരു മറുപടി അല്ലല്ലോ, എങ്കിലും ഭഗവാന്റെ കൽപ്പനയല്ലേ. അവിടെ നിന്ന് വീണ്ടും നാരായണ ജപിച്ചു വന്നു, ആലിന്റെ ചവിട്ടി വന്നു. അപ്പൊ അവർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എണീറ്റ് രണ്ടുപേരോട് ചോദിച്ചു, ഭഗവാനെ കണ്ടോ, എന്തൊക്കെയുണ്ട് വിശേഷം, എന്തോ ചെയ്യുമായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു.
അപ്പൊ ഈ വേദപണ്ഡിതനോട് പറഞ്ഞു, വേദപണ്ഡിതനോട് പറഞ്ഞു, ഭഗവാൻ ഞാനൊരു സൂചിക്കുഴയിലൂടെ ഒരു ആനയെ ഇങ്ങനെ കടത്തി വിട്ട് രസിക്കുകയായിരുന്നു. സൂചിക്കുഴയിലൂടെ ആനയെ കടത്തി എന്തൊരു വിഡ്ഢിത്വ നാരദരെ പറയുന്നത്. എന്തൊരു വിഡ്ഢിത്തരമാണ്. യുക്തിയാണോ ഇത് വല്ലതും? ഇത് എവിടെങ്കിലും നടക്കുന്ന കാര്യമാണോ? നാരദരെന്ന് ഞങ്ങളെ കളിപ്പിക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് നാരദരോട് അങ്ങ് ശോഭിച്ചു. ആര്? ഈ വേദപണ്ഡിതനെന്ന് നടിക്കുന്ന അഹങ്കാരി. അപ്പൊ ചെരുപ്പ് കുത്തിയ തൊട്ടപ്പുറത്തിരിക്കുക. അപ്പൊ അദ്ദേഹം ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തോട്ട് ചെന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഭഗവാനെ കണ്ടോ എന്നാ, എന്തോ പറഞ്ഞാന്നാ എന്നൊക്കെ ചോദിച്ചു വലിയ വിനയനമായിട്ട്. അപ്പൊ പറയും, ഭഗവാനെ കണ്ടു. ഭഗവാൻ സൂചിക്കുഴയിലൂടെ ആനയെ കടത്തി വിട്ട് രസിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഓ, ഭഗവാന്റെ വൈഭവം, ലീലാവിലാസങ്ങൾ അല്ലാതെ എന്ത് പറയാനാ? ഭഗവാൻ അതും കഴിയും, അതിനപ്പുറവും കഴിയും. അപ്പോ നാരദർക്കൊരു സംശയം, ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. അതെന്താ നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അങ്ങ് സമ്മതിക്കാൻ കാരണം? അത് നടക്കുന്ന കാര്യമാണോ എന്ന് പറഞ്ഞു. ആലിലോട്ട് ചൂണ്ടി. ഈ ഇരിക്കുന്ന ആൽമരത്തിന്റെ അരിക്കുള്ളിൽ, ഈ കായ്ക്കുള്ളിൽ അനേകം അരിയുണ്ട്. അത്രയും ചെറിയ ഒരു അരിക്കുള്ളിൽ ഇത്രയും വലിയ വൃക്ഷത്തെ വെക്കുവാൻ കഴിവുള്ള ഭഗവാന് ഒരു സൂചിക്കുഴയിലൂടെ ആനയെ കടത്താനും കഴിയും. ആ ശക്തിക്കു ശക്തിയായി വാഴുന്നു എൻ ഗുരു, ശക്തിക്കു ശക്തിയായി വാഴുന്നു എൻ ഗുരു, ഗുരു മുക്തിയെ ദാനമായി നൽകുന്നു എൻ ഗുരു, ഗുരു ശക്തിക്കു ശക്തിയായി വാഴുന്നു എൻ ഗുരു, മുക്തിയെ ദാനമായി നൽകുന്നു എൻ ഗുരു. ഓ, ഭക്തിയോടുകൂടി ആശ്രയിച്ചും വിശ്വസിച്ചും ജീവിക്കുന്നവർക്ക് അവരുടെ ചിന്തയിൽ, അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും ഭഗവാന് സാധ്യമല്ലാത്തതൊന്നുമില്ല. അതുകൊണ്ടാ ഭഗവാൻ പറഞ്ഞത്, വായാൽ നടിക്കുന്നു വായാടി ഡംബികൾ വായിട്ടലയ്ക്കുന്നു ലോകരംഗേ. ആ ഗ്രന്ഥപാരായണം ചെയ്ത് ജീവിക്കുന്നവരെ പറ്റി പറഞ്ഞ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം വായിക്കേണ്ടെന്നോ അറിവ് ഗ്രഹിക്കേണ്ടെന്നോ അല്ല എന്റെ അർത്ഥം. വേണ്ടതുപോലെ ഗ്രഹിക്കുകയും വേണ്ടതുപോലെ ജീവിക്കുകയും ചെയ്യണം. ആ ജീവനുള്ള ജ്ഞാനത്തെ ജീവനുള്ള ദൈവം ജീവനുണ്ടാകാൻ വേണ്ടി പകർന്നു തരുമ്പോൾ അതിനെ കേട്ട് ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിച്ച്, ഓ ഭക്തി വിനയം അനുസരണയോടുകൂടി ജീവിതം ചെയ്ത് ഉത്കൃഷ്ടമായ ബോധത്തെ ഉൾക്കാമ്പിൽ തെളിഞ്ഞു കണ്ട്, ഓ ഗുരുരൂപത്തെ ആത്മരൂപമായി പ്രത്യക്ഷീഭവിപ്പിച്ച് ആത്മാനന്ദമാടുവാൻ തന്ന അപൂർവ ജന്മത്തെ നിങ്ങൾ നഷ്ടമാക്കാതെ സൂക്ഷിക്കുക. ആ മനുഷ്യ ജന്മമേ നിന്റെ ജന്മമഹാത്മ്യമോ, പരിശോധിച്ചറിഞ്ഞു നിത്യം ജീവിച്ചിടുക. മനുഷ്യ ജന്മമേ നിന്റെ ജന്മമഹാത്മ്യമോ,
മനുഷ്യജന്മം തിരിച്ചറിയുമ്പോഴാണ് മഹത്വം തിരിച്ചറിയുന്നത്. ആ പരമാത്മാവിൽ നിന്ന് ഉതിർന്നു വന്നതാണ് ആത്മാവെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അശുദ്ധ കർമ്മങ്ങളിലേക്ക് അജ്ഞാന കർമ്മങ്ങളിലേക്ക് ഒരു കാരണവശാൽ പോകുവാൻ ഇഷ്ടപ്പെടുകയില്ല. ആ ചില ആളുകളോട് നിയമം പാലിക്കുന്നതിനെ പറ്റി ചോദിച്ചാൽ വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ വിളക്ക് എത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയും. അതാണ് നിയമം, അത് മാത്രമാണ് നിയമം എന്നാണ് പലരുടെയും വിശ്വാസം. അല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അനുനിമിഷം സൂക്ഷിച്ചുള്ള ജീവിതമാണ് നിയമജീവിതം. ഒരു നിമിഷം പോലും അതിൽ നിന്ന് മാറ്റിവെക്കാനില്ല. 10 മിനിറ്റ് നേരം ഗുരു കാണാതെ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന അധികാരമുള്ളവരല്ലെങ്കിൽ അതിന് ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈ ഉയർത്തി കണ്ടാക്കും. ആർക്കും കഴിയില്ല. എന്താ കാരണം? എല്ലാം കാണാൻ കണ്ണുണ്ട്, ഇവനെല്ലാം കേൾക്കാൻ ചെവിയുണ്ട്. എല്ലാം അറിയാൻ അറിവുണ്ട്, അറിയില്ല അറിയില്ല. ആ നിശ്ചല വസ്തുക്കളിൽ പോലും തന്റെ ചൈതന്യം കുടികൊള്ളുകയാണ്. താനില്ലാത്ത ഒരു ഇടമില്ല, തന്റെ വാസമില്ലാതൊരു ജന്മമില്ല. ആ തുണിലും തുരുമ്പിലും നാരിലും ഞരമ്പിലും സർവവ്യാപിയായ ദൈവവും വാഴുന്നു സർവത്തിലും. സർവശക്തി. മൂന്നാമത്തെ വരിയിൽ പറയുന്നത് എന്താണ്? ഭക്തർക്ക് ദർശനമായി മുക്തിക്ക് മാർഗവുമായി. എങ്ങനെ വാഴുന്നു? മർത്യവേഷത്തിൽ വാഴുന്നു. കാണുന്നു ഞാൻ എൻ്റെ ഗുരുവിനെ, എൻ്റെ ആത്മാവിൻ രൂപമായി കാണുന്നു. കാണുന്നു ഞാൻ എൻ്റെ ഗുരുവിനെ, കാണുന്നു ഞാൻ എൻ്റെ ഗുരുവിനെ, എൻ്റെ ആത്മാവിൻ രൂപമായി കാണുന്നു. കാണുന്നു ഞാൻ എൻ്റെ ഗുരുവിനെ, എൻ്റെ ആത്മാവിൻ രൂപമായി കാണുന്നു. കാതലായോധിയ തത്വത്താൽ എൻ്റെ ആത്മാവിൻ രൂപമായി കാണുന്നു. കാതലായോധിയ തത്വത്താൽ എൻ്റെ ആത്മാവിൻ രൂപമായി കാണുന്നു. മർത്യവേഷത്തിൽ താൻ വാഴുന്നു, മർത്യലോകത്തെ രക്ഷിപ്പാൻ വാഴുന്നു. മർത്യവേഷത്തിൽ താൻ വാഴുന്നു, മർത്യലോകത്തെ രക്ഷിപ്പാൻ വാഴുന്നു. മർത്യവേഷത്തിൽ താൻ വാഴുന്നു, മർത്യലോകത്തെ രക്ഷിപ്പാൻ വാഴുന്നു. മർത്യവേഷത്തിൽ താൻ വാഴുന്നു, മർത്യലോകത്തെ
പരലോകനാഥനെ കാണുന്നു, എന്നിൽ പരലോക വാഴ്ച ഞാൻ കാണുന്നു. പരലോകനാഥനെ കാണുന്നു, എന്നിൽ പരലോക വാഴ്ച ഞാൻ കാണുന്നു. പരമാനന്ദത്തെ ഞാൻ കാണുന്നു, എന്നും പരമാനന്ദത്തിൽ വസിക്കുന്നു. 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 പരലോകനാഥനെ കാണുന്നു, എന്നിൽ പരലോക വാഴ്ച ഞാൻ കാണുന്നു. പരലോകനാഥനെ കാണുന്നു, എന്നിൽ പരലോക വാഴ്ച ഞാൻ കാണുന്നു. പരമാനന്ദത്തെ ഞാൻ കാണുന്നു, എന്നും പരമാനന്ദത്തിൽ വസിക്കുന്നു. പരമാനന്ദത്തെ ഞാൻ കാണുന്നു, എന്നും പരമാനന്ദത്തിൽ വസിക്കുന്നു. ഓ സർവവ്യാപിയായി വാഴുന്ന പരമഗുരുവിനെ ഒരു മർത്യാകൃതിയിൽ കാണുവാൻ ഇടയായതുകൊണ്ടാണ് ഈ പരമാനന്ദത്തിൽ വസിക്കുവാൻ ഇടയാകുന്നത്. സർവ്വവ്യാപിയാകുന്ന പരമഗുരുവിനെ ഒരു മർത്യാകൃതിയിൽ കാണുവാൻ ഭാഗ്യമുണ്ടായതുകൊണ്ടാണ് ഈ പരമാനന്ദത്തിൽ വസിക്കുവാൻ അങ്ങനെയെങ്കിൽ ആ മർത്യാകൃതി പൂണ്ടു വന്നു വാണിരുന്നതെല്ലാം പരമഗുരുവാണെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടുകൂടി പൂരമായി വന്നതും ഉത്രാടമായി വന്നതും പുരാണമായി വന്നതും മകീരമായി വന്നതും കാർത്തിയായി നിൽപ്പതും ആ പരമഗുരുവാണെന്നുള്ള പരമസത്യത്തെ ഉത്തമമായും പരിപൂർണമായും വിശ്വസിക്കുന്നവരത് കൈയടിച്ചു കേട്ടാക്കൊള്ളാം. ഓ വാഴ്ത്തിടുന്നു 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 ഞാൻ എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ പൂരം നക്ഷത്രമായി നന്ദിയോടെ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ഉത്രാടത്തിൽ വന്നു സൂര്യതേജസേ പുരാണത്തിൽ വന്നു പൂർണ്ണരൂപനേ മകയിരത്തിൽ വന്നു മഹാപ്രഭുവേ കാർത്തികയിൽ വാണിടുന്ന കാരുണ്യവാനേ അങ്ങേ നന്ദിയോടെ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു അങ്ങേ നന്ദിയോടെ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ഉത്ഭവകാരണ രൂപനാം ഈശ്വരൻ അത്ഭുതമായി സൃഷ്ടിച്ച ഈ ലോകത്തിൽ പൂർണ്ണ മനുഷ്യനായും പൂർണ്ണ ദൈവമായും വന്നു നിന്നുകൊണ്ട് നിങ്ങളെ രക്ഷിക്കുകയാണ്. പൂർണ്ണ മനുഷ്യനായും പൂർണ്ണ ദൈവമായും വന്നു
നിന്നുകൊണ്ട് നമ്മളെ രക്ഷിക്കുക. പൂർണ്ണ മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ അധിവാസം നടക്കുകയുള്ളൂ. പൂർണ്ണ മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ അധിവാസം നടക്കും. മനുഷ്യൻ പൂർണ്ണനായാൽ പിന്നെ ഈശ്വരനാണ്. മനുഷ്യൻ പൂർണ്ണനായാൽ പിന്നെ ആ ഈശ്വരനിലാണ് ഗുരു അധിവാസം ചെയ്യുന്നത്. ഈശ്വരനിലാണ് ഗുരു അധിവാസം. അതാണ് ഈശ്വരൻ ഗുരുവായിട്ട് അവതാരം ചെയ്തു എന്ന് കീർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ ഗുരുവായിട്ട് അവതാരം ചെയ്തു എന്ന് കീർത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ഈശ്വരാവതാരത്തെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാനും അറിയുവാനും തക്ക വിധത്തിൽ തന്നിരിക്കുന്ന ഈ ജന്മം, അങ്ങനെ ഈശ്വരാവതാരത്തെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാനും കേൾക്കുവാനും തക്കവിധം തന്നിരിക്കുന്ന ഈ മഹനീയ ജന്മം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താതെ ഓരോ ദേഹങ്ങളെയും അതിന്റെ പരിപൂർണാവസ്ഥയിൽ വെച്ച് പൂജിക്കുവാനും ആരാധിക്കുവാനും, ഓരോ ദിവ്യദേഹങ്ങളെയും അതിന്റെ പരിപൂർണാവസ്ഥയിൽ വെച്ച് ആരാധിക്കുവാനും പൂജിക്കുവാനും ആ ഉള്ള അറിവ് ഓരോരുത്തരിലും ഉണ്ടാവണം. ഉള്ള അറിവ് ഓരോരുത്തരിലും ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ദേഹത്തെ ദൈവമായി കാണണമെന്നല്ല, ദേഹത്തെ പക്ഷെ സ്വീകരിച്ച ആളിനെ അതിൽ കൂടി മാത്രമേ അറിയുവാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് സ്വീകരിച്ച ഭഗവാനെ അതിൽ കൂടിയേ കാണാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് കൊണ്ട് അതും നമ്മൾ പൂർണ്ണമായും ദർശിച്ചെങ്കിലും ആരാധിച്ചെങ്കിലുമേ സാധിക്കുകയുള്ളൂ. ആ വിധത്തിൽ ഉന്നതനാകുന്ന ദൈവത്തെ പൂജിച്ച് പൂജിച്ച് പൂജാവിഗ്രഹമായി തീർന്ന, ആ അറിവോടും അനുസരണയോടും ആശ്രയത്തോടും കൂടി ജീവിച്ചിരുന്ന പുണ്യപുരുഷോത്തമനാണ് പൂരാടം നക്ഷത്രജാതമായ ഗുരുപ്രസാദ് ഗുരുദേവൻ. ആ ഒരു വ്യാഴവട്ടക്കാല ഉന്നതമായ തന്റെ വാഴ്ചയ്ക്കായി സിംഹാസനമായി താൻ കരുതി നിലനിർത്തിയിരുന്നു. ആ തിരുവാഴ്ചയുടെ ആ ജന്മനക്ഷത്ര മഹോത്സവം 119ാമത് പൂരാടൻ ജന്മനക്ഷത്ര മഹോത്സവം ഈ വരുന്ന 10-ാം തീയതി ഉന്നതമായ ഭക്തി നിർഭരമായ ചടങ്ങുകളോടുകൂടി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ പൂരം ജന്മനക്ഷത്രം തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട്. അതിന് പോകാം ഇതിന് പോകണ്ട എന്ന് ആരും സ്വയം തീരുമാനിക്കരുത്. കഴിയുന്നിടത്തോളം ആളുകൾ പുരാണത്തിന് വന്നു ചേരുക. പല കാര്യങ്ങൾ പരീക്ഷകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെവിടങ്ങളായിട്ടൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികളുടെ എല്ലാം പരീക്ഷകൾ കഴിഞ്ഞു. വലിയ പരീക്ഷകൾ പലതും നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇന്നും പലരുടെയും ഹാൾ ടിക്കറ്റും പേനയും ഒക്കെ പൂജിച്ചു കൊടുത്തു. അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഒരു കാര്യങ്ങൾ കൊണ്ടും ആരും വരാതിരിക്കരുത്. എല്ലാവരും വന്നു ചേരുക. ഒത്തുചേർന്ന് നമുക്ക് ആഘോഷിക്കാം. പുരാണ നക്ഷത്രത്തിൽ വാണിരുന്ന പുണ്യപുരുഷോത്തമനെ നമുക്ക് ആരാധിച്ച് ആനന്ദിക്കാം. ഓരോ ശരീരത്തിലും വാണിരുന്നത് ആരാണ്? ആത്മബോധോദയ സംഘ സ്ഥാപകനാണ്. ആത്മബോധോദയ സംഘ സ്ഥാപകൻ, ആത്മബോധോദയ സംഘ സ്ഥാപകൻ ബ്രഹ്മശ്രീ നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. ആരാധനയിവിടെയുണ്ട് ഈ ലോകത്തിൽ അവതാരമായി വന്നു. നക്ഷത്രം നമുക്ക് ആഘോഷിക്കാം.
രാവിലെയും പുരാണത്തിൽ നിന്ന് ശത്രു നമുക്ക് അത് കഴിഞ്ഞാൽ 18-ാം തീയതി മുതൽ 27-ാം തീയതി വരെ അത് കഴിഞ്ഞാൽ 18-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ഉന്നതമായ നമ്മുടെ അവതാര സുദിനത്തെ ഘോഷിക്കപ്പെടുകയാണ്. ഉന്നതമായ നിരോധാര സുദിനത്തെ ഘോഷിക്കപ്പെടുക. ഉന്നതമായ നിലയിൽ അതിന്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഉന്നതമായ നിലയിൽ അതിന്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്രാവശ്യം നമ്മുടെ ആനന്ദ ഓഡിറ്റോറിയം ഒന്നുകൂടി പുതുക്കിയെല്ലാം ഒരുക്കുകയാണ്. ഇപ്രാവശ്യം ആനന്ദ ഓഡിറ്റോറിയം ഒന്നുകൂടി എല്ലാം ഒരുക്കി പുതുക്കുകയാണ്. അതുപോലെ പല കാര്യങ്ങളും ഒരുങ്ങുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളും അതുപോലെ എന്റെ ഭക്തന്മാരുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടുന്നുണ്ട്. ഭഗവാൻ ഭക്തന്മാരുടെ ഹൃദയങ്ങൾ ഭവനങ്ങൾ ഒരുക്കപ്പെടുന്നുണ്ട്. ശാഖാശ്രമങ്ങൾ ഒരുക്കപ്പെടുന്നുണ്ട്. ഓരോ പ്രദേശങ്ങൾ ഒരുക്കപ്പെടുന്നുണ്ട്. ഓരോ രാജ്യങ്ങൾ ഒരുക്കപ്പെടുന്നുണ്ട്. അങ്ങനെ സർവ്വലോകങ്ങൾ ഒരുക്കപ്പെടുന്നുണ്ട്. സർവ്വപ്രകൃതികൾ ഒരുക്കപ്പെടുന്നുണ്ട്. അതോ ഉന്നതമായ എന്റെ ദേവീദേവന്മാരും ദൂതന്മാരും ഒരുക്കപ്പെടുന്നുണ്ട്. സൂക്ഷ്മ പ്രകാശമായി ചുറ്റും നിൽക്കുന്നവരെല്ലാം അതിനായി ഒരുങ്ങുകയാണ്. എന്റെ ആത്മലോകത്തിന് സഹായമായി ഇന്ന് പ്രവർത്തിക്കത്തക്ക വിധം സർവരെയും ഞാൻ നിയോഗിച്ചിരിക്കുകയാണ്. ഉന്നതമായ നിലയിൽ സർവകർമ്മങ്ങളും നടത്തപ്പെടുമാറാകട്ടെ. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്ന് പ്രവർത്തിക്കാം. ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ അറിയിക്കാം. ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാം നമ്മൾക്ക്. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. ഒത്തൊരുമിച്ചൊന്നായി നിന്നുകൊണ്ട് നമുക്ക് തിരുവവതാര സുദിനം ഘോഷിക്കാം. ആത്മലോകം ആനന്ദലോകമാകട്ടെ. ആനന്ദത്തെ ഈ ലോകത്തിൽ സ്ഥാപിക്കുവാൻ അവതാരമായി വന്ന ജഗദീശ്വരന്റെ തിരുനാൾ ആഘോഷിച്ച് ഈ ലോകം ആനന്ദലോകമാകുവാൻ ഇടയാകുമാറാകട്ടെ. മഹാ കോവിഡ് മാരി വന്ന് ലോകം മുഴുവൻ അടച്ചിരുന്നപ്പോഴും മുടക്കം കൂടാതെ ഈ തിരുനാൾ ആഘോഷം നടത്തിയത് അപ്പോഴുള്ള സാഹചര്യം അനുസരിച്ചാണെങ്കിലും ഉന്നതമായ നിലയിൽ അതെല്ലാം ഒരുക്കി നടത്തിയത് ലോകത്തിന് ദോഷം സംഭവിക്കാതിരിക്കാനാണ്. ലോകാന്ത്യം വരെ നടക്കട്ടെ എന്ന് കൽപ്പിച്ച കൽപ്പനകൾ ഒന്നും ആർക്കും മുടക്കാൻ കഴിയുന്നതല്ല. ആരെങ്കിലും ഇടപെട്ടത് മുടക്കാൻ ശ്രമിച്ചാൽ അത് മുടക്കുന്നവർക്കും അവരുടെ പരമ്പരകൾക്കും ദോഷമായി പോകും. അങ്ങനെ ദോഷം സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് എല്ലാ ഉത്കണ്ഠതകളും ആകുലതകളും ഒക്കെ വഹിച്ചുകൊണ്ട് തന്നെ ആ പ്രാവശ്യം പൂരം നക്ഷത്രം നടത്തിയത്. ദോഷം ഫലിക്കാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ഉത്കണ്ഠകളും ആകുലതകളും ഒക്കെ വഹിച്ചുകൊണ്ട് തന്നെ അന്ന് ആഘോഷിച്ചത്. കാരണം ലോകത്തിലെ പല നിയമങ്ങളും ആൾ കൂടുന്നതിനൊക്കെ എതിരായിരുന്നു. ലോകത്തിലെ പല നിയമങ്ങളും ആൾ കൂടുന്നതിനൊക്കെ ബാഹ്യമായുള്ള ആളുകളൊന്നും അകത്തേക്ക് പ്രവേശിച്ചില്ല എങ്കിലും എന്റെ സന്താനങ്ങളെല്ലാം ഭവനങ്ങളിൽ ഒത്തുചേർന്നിരുന്നുകൊണ്ട് ഈ ആഘോഷങ്ങളെല്ലാം ഭവനങ്ങളിൽ വെച്ച് നടത്തി. അങ്ങനെ ഹൃദയങ്ങൾ ഒരുങ്ങി പല ദിക്കിലിരുന്നു കൊണ്ട് ഇവിടേക്ക് ചിന്തിച്ചപ്പോൾ ആ ഹൃദയങ്ങളെല്ലാം ഇവിടെ ഏകോപിക്കപ്പെട്ടു. അങ്ങനെ എന്റെ ഭക്തഹൃദയങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ പൂരം നക്ഷത്രം ആ ഹൃദയങ്ങളെല്ലാം ഞാൻ ദർശിക്കുകയും സ്പർശിക്കുകയും ചെയ്തു. അങ്ങനെ ഭവനങ്ങളിലിരുന്ന
അവർ അനുഭവിച്ചു. ഇത് സത്യമാണെങ്കിലും ഒന്ന് കൈയടിച്ചു കേട്ടാക്കോ. അങ്ങനെ എവിടെയും എങ്ങും എഴുന്നള്ളി നിന്നുകൊണ്ട് ആരെയും അനുഗ്രഹിക്കുവാൻ കഴിവുള്ള കരുണാധിയാണ് ശുഭാനന്ദദേവൻ. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു കാര്യങ്ങളും മുടക്കം കൂടാതെ പതിവിൽ കൂടുതൽ ഓരോന്നും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടും ആർത്തിയോടും കൂടി ഒരുങ്ങിക്കൊള്ളുക. പ്രകൃതിയിൽ കൂടി എല്ലാം നിങ്ങൾക്ക് എത്തിച്ചുകൊള്ളും. ഈ പ്രകൃതിയിൽ ഒരു പ്രകൃതിയിൽ നിന്നെടുത്ത ഒരു ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാം ഉടമസ്ഥനാവുന്ന നാം ഇവിടെ അറിയിക്കുകയാണ്, നിങ്ങൾക്ക് പ്രകൃതിയിൽ കൂടി വേണ്ടതെല്ലാം നിയോഗിക്കപ്പെടുമാറാകട്ടെ. എല്ലാം ഒരുക്കപ്പെടുമാറാകട്ടെ. എല്ലാം ഒരുക്കപ്പെടുമാറാകട്ടെ. മഹാശക്തി എഴുന്നള്ളിയതുകൊണ്ട് പൂരം നടത്തുമാറാകട്ടെ. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം നമുക്ക് എല്ലാവരും ഒത്തുചേർന്ന് ആനന്ദമായ സുദിനം ആഘോഷിക്കുവാൻ സർവശക്തി ഇതാ കാത്തിരിക്കുകയാണ്. എല്ലാവരും ഒത്തുചേരുക. മഹാശക്തി ദർശിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായി ആരാധനയിൽ പങ്കെടുക്കുവാൻ മഹാഭാഗ്യം സിദ്ധിച്ച എൻ്റെ ഓമനകളെ, നിങ്ങളെല്ലാം ഇത് ആളാമൃതി ഞാൻ ദർശിക്കുകയാണ്. എല്ലാ നേർച്ചകളും ഞാനിതാ സ്വീകരിക്കുന്നു. വാർഷികാഘോഷങ്ങൾ കഴിഞ്ഞു വന്നവരെയും പ്രത്യേകം ദർശിക്കുന്നു. ഇതിനേക്കാൾ ഉപരിയായി അടുത്ത വർഷം ജഗദീശ്വരൻ എല്ലാം നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. ജനവും ധനവും വർദ്ധിച്ച് ഐശ്വര്യമായി എല്ലാം നടത്തപ്പെടുമാറാകട്ടെ. സർവദോഷങ്ങളും തീർത്ത് സർവശാന്തി അനുഭവപ്പെടുത്തുമാറാകട്ടെ. ഉന്നതനാകുന്ന ഗുരുവിന്റെ തിരുനാമത്തിൽ മഹാഗോപുരം ഉയർന്നു വരുന്നു. ഏറ്റവും മനോഹരമായി, ചൈതന്യവത്തായി, ശക്തിവത്തായി അതിന്റെ പൂർത്തീകരണത്തിനായി നമ്മൾ യാചിക്കുന്നു. മഹാശക്തി തിരുവുള്ളം കഴിഞ്ഞത് ദാനം ചെയ്യുമാറാകട്ടെ. ഉന്നതമായ അതിന്റെ ഉള്ളും പുറവുമായ വ്യവസ്ഥകളെ ആവാഹിക്കുവാനും ദർശിക്കുവാനും തക്ക വിധത്തിൽ മഹാശക്തി നിലനിർത്തിയിരിക്കുന്ന ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടുകൂടി സർവദാ കരുതുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ദേശ രാജ്യങ്ങൾ കഴിയുന്ന എൻ്റെ മനോമനകളെയും അവിടെ നടക്കുന്ന കർമ്മങ്ങളെയും എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉന്നതനാകുന്ന ദൈവത്തിന്റെ കാരുണ്യം അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. അതിനായി മഹാശക്തി എന്നും പ്രത്യക്ഷമായി നിങ്ങളോടുകൂടി വാഴുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. ആനന്ദ ശക്തി നിറഞ്ഞു വാഴുമാറാകട്ടെ.
കളിയാട്ടം അതിവരുമോ കണ്ണ നിന്നോട് കളിയാട്ടം പതിവരുമോ കണ്ണ